طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع. ഈ ഈരടികൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് നിന്നും ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ മദീനയിലുണ്ടായിരുന്ന ആളുകൾ നബിയെ പാടി വരവേറ്റതാണ്. ഇത്തരത്തിലുള്ള മദ്ഹ് ഗീതങ്ങൾ പാടുന്നത് വളരെ പുണ്യമുള്ളതാണ്. ഇത്തരത്തിലുള്ള മദ്ഹ് ഗീതങ്ങൾ പാടുന്നത് പ്രതിഫലാർഹവുമാണ്. പല പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്, ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതും അവിടുത്തെക്കുറിച്ച് മദ്ഹുകൾ പാടുക എന്നുള്ളതും പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇതാണ്. ഒന്ന്, പ്രവാചകനെ സ്നേഹിക്കുന്നതിനോ പ്രവാചകന്റെ മദ്ഹ് ഗീതങ്ങൾ പാടുന്നതിനോ ഒരു ക്ലിപ്തമായ ദിവസം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് ദിവസത്തിലെ 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും ഒരു വർഷത്തിലെ 365 ദിവസങ്ങളും ചൊല്ലാവുന്നതാണ്. അത് ഇന്ന ദിവസത്തേക്ക് വേണ്ടി പ്രത്യേകമാക്കി ചൊല്ലുക എന്നുള്ളത് സ്വഹാബികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ടാമത്, പാടുന്ന മദ്ഹ് ഗീതങ്ങൾ ഒരിക്കലും അള്ളാഹുവിലേക്ക് സാദൃശ്യമാക്കി ദിവ്യത്വം നൽകുന്ന അല്ലെങ്കിൽ ദൈവത്വം നൽകുന്ന അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന രീതിയിലാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അവരുടെ ജനത ചെയ്തതിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ലാ തത്റൂനി കമാ അത്റത്തിൻ നസ്വാറ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ആളുകൾ, ഖൗമ്, നസ്രാനികൾ, അവർ ഈസാ നബി അലൈഹി സ്വലാമിനെ പാടുകയും പുകഴ്ത്തുകയും ചെയ്തതുപോലെ നിങ്ങൾ എന്നെക്കുറിച്ച് പാടുകയോ പുകഴ്ത്തുകയോ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ മകൻ്റെ സ്ഥാനം നൽകി ദിവ്യത്വമുള്ള അല്ലെങ്കിൽ ഒരു ദൈവമായി കണ്ടുകൊണ്ടാണ് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ക്രിസ്ത്യൻ സഹോദരങ്ങൾ പാടുകയും പുകഴ്ത്തുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു പാടലോ പുകഴ്ത്തലോ നമ്മളുടെ മദ്ഹ് ഗീതങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ശരി മാത്രമേ പാടാവൂ. തെറ്റായത് അല്ലെങ്കിൽ കളവായത് പാടാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോകുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ പാടുവാൻ തുടങ്ങി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദ. ബദർ യുദ്ധത്തെ സംബന്ധിച്ചും ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചുമൊക്കെ പാടി വന്നിരുന്ന ആ കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും പാടുകയുണ്ടായി. ഞങ്ങളുടെ കൂട്ടത്തിൽ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകനുണ്ട്, അഥവാ ഗൈബ് അറിയുന്നുണ്ട് പ്രവാചകൻ എന്ന വരിയെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ നിർത്തുക. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വഇൻദഹു മഫാതീഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു. അള്ളാഹുവിൻ്റെ അടുക്കലാണ് അദൃശ്യജ്ഞാനങ്ങളുടെ ഖജനാവ് ഉള്ളത്. അതുകൊണ്ട് അള്ളാഹു മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ, ഞാൻ ഗൈബ് അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കവിതാ ശകലങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്റ്റോപ്പ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള മദ്ഹ് ഗീതങ്ങൾ നമുക്ക് എപ്പോഴും പാടാം, പ്രതിഫലാർഹമാണ്. പക്ഷെ അതിൽ കളവുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് നബിയെ കൊണ്ട് ഇരുത്തി പാടുന്നതാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു ദിവസം ക്ലിപ്തമാക്കി ചെല്ലുന്നതാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവാചകനെ സ്നേഹിക്കുവാനും അവിടുത്തെ മദ്ഹ് ഗീതങ്ങൾ പാടുവാനും റബ്ബ് നമുക്കും നമ്മുടെ കുടുംബ സന്തതി പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.